ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുമ്പോഴുള്ള അശ്രദ്ധ വൻ ദുരന്തങ്ങളുണ്ടാക്കിയേക്കാം. ഗ്യാസ് ഏജൻസികൾ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം വീട്ടമ്മമാർ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. സരിതയോട് കാണിക്കുന്ന മര്യാദയെങ്കിലും ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരോട് മുഖ്യമന്ത്രി കാണിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ജാനമ്മ കുഞ്ഞുണ്ണി. പൂനൂർ പുഴയിൽ വീണു കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ഫയർഫോഴ്സ് കണ്ടെടുത്തു. വേങ്ങേരി സ്വദേശി 16-കാരൻ വിഷ്ണുവാണ് മരിച്ചത്. വാർത്താചിത്രങ്ങളുമായി സംവദിക്കാൻ വായനക്കാർക്ക് അവസരമൊരുക്കി പത്രപ്രവർത്തകരുടെ ഐ ടെസ്റ്റ് വാർത്താ ചിത്ര പ്രദർശനത്തിന് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. സരിതയോട് കാണിക്കുന്ന മര്യാദയെങ്കിലും ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരോട് മുഖ്യമന്ത്രി കാണിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ജാനമ്മ കുഞ്ഞുണ്ണി. സംസ്ഥാനത്തെ മുഴുവൻ ഏജന്റുമാർക്കും ESI ആനുകൂല്യം നൽകണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റ് അസോസിയേഷൻ പ്രവർത്തകർ നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഓണത്തിനു മുൻപ് ഓണറേറിയം കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക, 2011 ഡിസംബർ മുതൽ 2012 മെയ് വരെയുള്ള അലവൻസും ബോണസും ഉടൻ അനുവദിക്കുക, ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർക്ക് ഫെസ്റ്റിവൽ അലവൻസ് നൽകുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കുക, സംസ്ഥാനത്തെ മുഴുവൻ ഏജന്റുമാർക്കും ESI ആനുകൂല്യം നടപ്പിലാക്കുക, നാമമാത്രമായ പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, അസുഖബാധിതരാകുന്ന ഏജന്റുമാർക്ക് മെസഞ്ചർ വഴി നിക്ഷേപം നടത്തുമ്പോൾ ആ കാലയളവിലെ ഓണറേറിയം നൽകുന്നതിനുള്ള നിയമം കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. എരഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകരാണ് അണിചേർന്നത്. കലക്ടറേറ്റിന് മുൻപിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ജാനമ്മ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. സരിതയോട് കാണിക്കുന്ന മര്യാദയെങ്കിലും ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരോട് മുഖ്യമന്ത്രി കാണിക്കണമെന്ന് ജാനമ്മ കുഞ്ഞുണ്ണി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ആ സരിതയോട് കാണിക്കുന്ന മര്യാദയെങ്കിലും ഈ രാജ്യത്ത് ഈ സമ്പാദ്യ പദ്ധതിയിലെ ഏജന്റന്മാരോട് കാണിക്കണ്ടേ? സരിതയോട് എന്തൊരിഷ്ടം! കാറ്റാടിപ്പാടം മുഴുവൻ കച്ചവടം ചെയ്ത് നമ്മൾ കാണുമ്പോൾ മുഖ്യമന്ത്രിയുടെ തോളിലൂടെ സരിത ഇങ്ങനെ ആഞ്ഞു കിടക്കുകയാണ്. ആ സരിതയോട് കാണിക്കുന്ന ഒരു മര്യാദ, ഒരു സൗമനസ്യം. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VM പ്രമീള അധ്യക്ഷം വഹിച്ചു. അന്നമ്മ ജോസ്, റീന കുമാരി, ബമിത PK, ലീന, ഷീല, ജസിത, സുനിത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പൂനൂർ പുഴയിൽ വീണു കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ഫയർഫോഴ്സ് കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് 16 വയസ്സുകാരൻ വിഷ്ണുവിനെ കാണാതായത്. കഴിഞ്ഞ ദിവസം രാത്രി വൈകും വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പുഴയിൽ വീണ് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെടുത്തു. കക്കോടി കണ്ണാടിക്കൽ റോഡിൽ ഗ്രീൻവേഡിന് സമീപം കിഴക്കേതിൽ എടമണ്ണിൽ പാരിജാതത്തിൽ ഹരിദാസിന്റെയും ഇന്ദിരയുടെയും മകനായ വിഷ്ണുവിന്റെ മൃതദേഹമാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ കണ്ടെടുത്തത്. പുഴയ്ക്ക് സമീപമാണ് ഇവരുടെ വീട്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഊണ് കഴിച്ച ശേഷം പുഴയ്ക്കരികിലേക്ക് പോയതായിരുന്നു വിഷ്ണു. പിന്നീട് വിദ്യാർത്ഥിയെ കാണാതാവുകയായിരുന്നു. നാട്ടുകാരും പോലീസും അഗ്നിശമന സേനയും ചേർന്ന് രാത്രി 8 മണിവരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. വെള്ളിയാഴ്ച രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. ചേവായൂർ CI PK സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി. മീഞ്ചന്ത ഫയർ സ്റ്റേഷൻ ഓഫീസർ P അജിത് കുമാർ, വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷൻ ഓഫീസർ P അബ്ദുൽ ഗഫൂർ എന്നിവരാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത്. ബീച്ച് സ്റ്റേഷനിലെ സേനാംഗങ്ങളും നാട്ടുകാരും തിരച്ചിൽ പങ്കാളികളായി. കണ്ടെടുത്ത മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.
വാർത്താ ചിത്രങ്ങളുമായി സംവദിക്കാൻ വായനക്കാർക്ക് അവസരമൊരുക്കി ഐ ടെസ്റ്റ് വാർത്താ ചിത്ര പ്രദർശനത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ സഹകരണത്തോടെ ജില്ലയിലെ 44 ന്യൂസ് ഫോട്ടോഗ്രാഫർമാരുടെ 150ഓളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സംവിധായകനും നടനുമായ ജോയ് മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഐ ടെസ്റ്റ് വാർത്താ ചിത്ര പ്രദർശനത്തിന് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കം. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 40ലധികം ന്യൂസ് ഫോട്ടോഗ്രാഫർമാരുടെ തെരഞ്ഞെടുത്ത 3 ഫോട്ടോകൾ വീതമാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ പ്രദർശനത്തിലെ ഫോട്ടോകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രദർശനത്തിന് വിട്ടുകൊടുക്കും. പ്രദർശനത്തോടനുബന്ധിച്ച് ആദ്യ ദിവസം നിക്കോൺ സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. 26-ന് ബാംഗ്ലൂരിലെ ആർട്ട് വില്ല സ്ഥാപകൻ റോഷൻ ജോർജ് ക്രിയേറ്റീവ് ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി ജേർണലിസം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും. 28-ന് നാച്ചുറൽ ആൻഡ് ലെൻസ് എന്ന വിഷയത്തിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ AN നസീർ സംവദിക്കും. പ്രദർശനത്തോടനുബന്ധിച്ച് കാണികൾക്കായി അടിക്കുറിപ്പ് മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മാസം 28 വരെ നീണ്ടുനിൽക്കുന്ന വാർത്താ ചിത്ര പ്രദർശനം ചലച്ചിത്ര നാടക പ്രവർത്തകൻ ജോയ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ഒരു ലോകം, അത് വേറെ ലോകമാണ്. അവർക്ക് നമ്മളെ പറ്റി അറിയില്ല, നമുക്കറിയില്ല, നമ്മുടെ പൊളിറ്റിക്സ് അറിയില്ല, നമ്മുടെ നിലപാടറിയില്ല, നമ്മുടെ സൗഹൃദങ്ങൾ അറിയില്ല. മനുഷ്യബന്ധങ്ങളെപ്പോലും അജ്ഞരാണ് ഒരുവിധം സിനിമാക്കാരൊക്കെ തന്നെ. അവർക്കൊന്നും നമ്മൾ പറഞ്ഞ പോലെ ബാധ്യതകളുടെയും കടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പോലീസിന്റെയും അറസ്റ്റിന്റെയും ജാമ്യത്തിന്റെയും വില്ലേജ് ഓഫീസിന്റെയും നികുതി ഷീറ്റിന്റെയും ഒന്നും വില അറിയാത്ത ആൾക്കാരാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് പിടിച്ചേക്കാൻ പറ്റിയത്. ഇറ മോട്ടോഴ്സ് CMD ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് മുഖ്യാതിഥി പങ്കെടുത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, നാടക പ്രവർത്തകൻ മധു മാസ്റ്റർ, ജില്ലയിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോഗ്രാഫർമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഐ ടെസ്റ്റ് ഫോട്ടോ പ്രദർശനത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് ബീച്ചിൽ നടന്ന ഫ്ളാഷ് മോബ് ശ്രദ്ധേയമായി. ചലച്ചിത്ര നടി ഹെന്ന ജയന്തായിരുന്നു ഫോട്ടോഗ്രാഫർമാർ അണിനിരന്ന ഫ്ളാഷ് മോബിലെ താരം. കടപ്പുറത്തെത്തിയ സുന്ദരിയെയും അവളുടെ ഫോട്ടോ മൊബൈൽ ഫോണിൽ പകർത്താൻ വെമ്പൽ കൊണ്ടവരെയും കണ്ട് അന്തം വിട്ടവർ അവസാനം ഐ ടെസ്റ്റ് ഫോട്ടോ പ്രദർശനത്തിന്റെ വിശദാംശം അറിഞ്ഞു മടങ്ങി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഒരു സുന്ദരി മോഡൽ കടപ്പുറത്തെത്തിയത്. അവരെ കണ്ടതോടെ ചിലർ മൊബൈൽ ഫോണിലൂടെ ക്യാമറ ഓൺ ചെയ്ത് പിന്നാലെ കൂടി. അല്പം കഴിഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫർമാരുടെ എണ്ണവും കൂടി. അതോടെ സുന്ദരി അസ്വസ്ഥത പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. അതൊന്നും പ്രശ്നമാക്കാതെ മൊബൈൽ ഫോൺ ക്യാമറകൾ ഫ്ലാഷ് അടിച്ചും അല്ലാതെയും തുരുതുര ഫോട്ടോ എടുത്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ജനവും കൂടി. വിവരമറിഞ്ഞ് പോലീസും എത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ പോലീസും ജനവും നോക്കി നിൽക്കെ കോഴിക്കോട്ടെ പത്ര ഫോട്ടോഗ്രാഫർമാർ ചാടി വീണു. അവർ ക്യാമറ പിടിച്ച് പോസിൽ അനങ്ങാതെ നിൽക്കുന്നു. അപ്പോഴതാ സുന്ദരി ഐ ടെസ്റ്റ് ഫോട്ടോ പ്രദർശനത്തിന്റെ വിളംബര ബാനർ പ്രദർശിപ്പിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഐ ടെസ്റ്റ് വാർത്താ ചിത്രത്തിന്റെ മുന്നോടിയായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് കടപ്പുറത്ത് പാപ്പരാസി സംസ്കാരത്തിനെതിരെ എന്ന വിഷയത്തിൽ മോബ് ഫ്ലാഷ് നടത്തിയത്. കയർ കോർപ്പറേഷൻ മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ബേപ്പൂർ കയർ ഫാക്ടറിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഫാക്ടറിയിൽ സ്ഥിരപ്പെടുത്താത്ത 12 തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നതാണ് പ്രധാന ആവശ്യം. കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹ നയത്തിലും വാഗ്ദത്ത ലംഘനത്തിനുമെതിരായി ബേപ്പൂർ കയർ ഫാക്ടറി തൊഴിലാളികൾ പ്രത്യക്ഷ സമരം പരിപാടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച സൂചന പണിമുടക്ക് നടത്തി. ഫാക്ടറിയിലെ സ്ഥിരപ്പെടുത്താത്ത 12 തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, CIRC തീരുമാനപ്രകാരം ബോണസും മുഴുവൻ തൊഴിലാളികൾക്കും നൽകുക, സർക്കാർ പ്രഖ്യാപിച്ച കൂലി മുഴുവൻ തൊഴിലാളികൾക്കും നൽകുക, ലീവ് വിത്ത് വേജസ് നടപ്പിലാക്കുക, ദിവസവേതനം 500 രൂപയാക്കി നിജപ്പെടുത്തുക, ഫാക്ടറിയിൽ നൽകുന്ന തൊഴിൽ ആനുകൂല്യങ്ങൾ വിവേചനം കൂടാതെ മുഴുവൻ തൊഴിലാളികൾക്കും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരപരിപാടികൾ ആരംഭിച്ചത്. CATU INTUC സംയുക്ത സമരസമിതി നേതൃത്വത്തിലാണ് സമരപരിപാടികൾ. ഇതിന്റെ ഭാഗമായി ബേപ്പൂർ അങ്ങാടിയിൽ നിന്നും പ്രകടനം നടത്തി. ജോലി ആരംഭിച്ച സമയത്ത് മുതൽ തൊഴിലാളികളോട് മാന്യമായ ഒരു രീതി ഈ ഇവിടുത്തെ മാനേജ്മെന്റ് എടുത്തിരുന്നില്ല. അളത്തിൽ വാസു, N സദു, ഡോക്ടർ MP പത്മനാഭൻ, രമേശ് നമ്പ്യത്ത്, TK അബ്ദുൽ ഗഫൂർ, KV മുസ്തഫ, തടത്തിൽ ശ്രീധരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകളിൽ ഒരു ഇടവേള. കോഴിക്കോടും വയനാടും കണ്ണൂരും പിന്നിട്ട് 3G മൊബൈൽ വരുന്നു മലപ്പുറത്ത്. ഈ വരുന്ന ജൂലൈ 29 ഞാൻ വരുന്നു. രാവിലെ 10 കൊണ്ടോട്ടിയിലും ഉച്ചയ്ക്ക് 12 മഞ്ചേരി. ഈ വരുന്ന ജൂലൈ 29 ഞാൻ വരുന്നു. രാവിലെ 10 കൊണ്ടോട്ടിയിലും ഉച്ചയ്ക്ക് 12 മഞ്ചേരിയിലും. നിങ്ങളുണ്ടാവില്ലേ? 3G Mobile World, Jasira Tower, Court Road, Manjeri.
EK Tower, Bypass Road, Kondote. 199 രൂപയുടെ മഹാത്ഭുതം. പല വൻപട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം വില കുറവാണ് വിപ്ലവമെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ് ഷർട്ട്സ്, കോട്ടൺ ധോത്തി, ലേഡീസ് ബാഗ്, കർട്ടൻസ്, 1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജുവലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ഓൾ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്സ് ഫെഡറേഷൻ ഉന്നയിച്ച ചാർട്ടർ ഓഫ് ഡിമാൻഡുകൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടനയുടെ നേതൃത്വത്തിൽ LIC കോഴിക്കോട് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പോളിസിയിൽ ഏർപ്പെടുത്തിയ സർവീസ് ടാക്സ്, ഇൻകം ടാക്സ് മുതലായവ പിൻവലിക്കുക, ഓൾ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്സ് ഫെഡറേഷൻ ഉന്നയിച്ച ചാർട്ടർ ഓഫ് ഡിമാൻഡുകൾ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് AILIAF-ന്റെ നേതൃത്വത്തിൽ ഡിവിഷൻ ഓഫീസിന് മുൻപിൽ ധർണാ സമരം നടത്തി. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. AITC ജില്ലാ സെക്രട്ടറി EC സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. സുഹൃത്തുക്കളെ, സഖാക്കളെ, നിങ്ങൾ ഇവിടെ ധർണ വെച്ച് പോയാൽ അടുത്ത വർഷവും നിങ്ങൾ ഈ ധർണ നടത്തണം. അതിന്റെ അടുത്ത വർഷവും നിങ്ങൾ ധർണ നടത്തണം. അപ്പൊ ധർണ നടത്തി ഈ പരിപാടി ഒരു ആഘോഷമാക്കി മാറ്റുകയല്ല വേണ്ടത്. ഡിവിഷൻ പ്രസിഡന്റ് M രാംദാസൻ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി CN ഗിരീശൻ, NK രമേശ്, അബ്ദുൾ സമദ്, സൂര്യപ്രഭ എന്നിവർ സംസാരിച്ചു. മലയോര മേഖലയെ ഉത്സവലഹരിയിൽ ആറാടിച്ച് മലബാർ റിവർ ഫെസ്റ്റിവൽ തുടരുന്നു. ഔപചാരിക ഉദ്ഘാടനം ശനിയാഴ്ചയാണെങ്കിലും കയാക്കിംഗ് ഫെസ്റ്റിവലിന്റെ വിവിധ ഇനം മത്സരങ്ങൾ ഇരുവഞ്ഞിപ്പുഴയിലും കുറ്റ്യാടിപ്പുഴയിലുമായി പുരോഗമിക്കുകയാണ്. അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായി സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കം. ഇരുവഞ്ഞിപ്പുഴ, ചാലിപ്പുഴ, കുറ്റ്യാടിപ്പുഴ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഫ്രീ സ്റ്റൈൽ മത്സരങ്ങളിൽ ന്യൂസിലാൻഡുകാരൻ സാം സട്ടൻ ഒന്നാമതും മൈക്ക് ഡോൺസൺ രണ്ടാമതുമെത്തി. വനിതകളിൽ ബേത്ത് ബോർഗനും ഗോമോ സുലുവാറും 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. കഴിഞ്ഞ 2 വർഷവും സാം സട്ടൻ തന്നെയായിരുന്നു ഈ വിഭാഗത്തിലെ ചാമ്പ്യൻ. സംസ്ഥാന കയാക്കിംഗ് അക്കാദമി ചെയർമാൻ VD ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കക്കയം കരിയാത്തുംപാറയിൽ നിന്ന് വെള്ളിയാഴ്ച തുടക്കക്കാർക്കായുള്ള മത്സരങ്ങൾ നടന്നു. ഒളിമ്പിക് ഇനമായ വൈറ്റ് വാട്ടർ സ്ലാം, വാട്ടർ ക്രോസ് റേസ് എന്നിവ ശനി ഞായർ ദിവസങ്ങളിലായി ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമായി നടക്കും. 12 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 40 താരങ്ങളും 50 ഇന്ത്യൻ താരങ്ങളും പങ്കെടുക്കുന്നുണ്ട്. 13 മലയാളികളുമുണ്ട്. ശനിയാഴ്ച രാവിലെ 10:30 കോടഞ്ചേരി പുലിക്കയത്ത് മന്ത്രി AP അനിൽകുമാർ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം 26 വൈകിട്ട് 4:30 നടക്കുന്നത്. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ ഒരു ദിവസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് മാതൃകയാവുന്നു. മലപ്പുറം തിരൂരങ്ങാടി ജോയിന്റ് RTO ഓഫീസിലാണ് കാലതാമസമില്ലാതെ രജിസ്ട്രേഷൻ നടപടികൾ ദ്രുതഗതിയിലാക്കി മികവ് തെളിയിക്കുന്നത്. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കൽ, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ നൽകുന്നതിൽ കാലതാമസമില്ലാതെ നടപടികൾ പൂർത്തിയാക്കിയാണ് തിരൂരങ്ങാടി ജോയിന്റ് RTO ഓഫീസ് മാതൃകയാകുന്നത്. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായ ദിവസം തന്നെ വാഹനത്തിന്റെ RC വാഹന ഉടമയ്ക്ക് നൽകുന്ന സംവിധാനമാണ് തിരൂരങ്ങാടി ഓഫീസിൽ നിലവിൽ വന്നിട്ടുള്ളത്. രാവിലെ രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങളുടെ RC വൈകിട്ട് 3:30 ഉടമകൾക്ക് നേരിട്ടെത്തി കൈപ്പറ്റാനാകും. വിതരണത്തിന്റെ ഉദ്ഘാടനം ലക്ഷദ്വീപ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആരിഫ് മണിക്ഫാന RC നൽകി തിരൂരങ്ങാടി ജോയിന്റ് RTOയുടെ ചുമതലയുള്ള MBI അബ്ദുൾ സുബൈർ നിർവഹിച്ചു. ഓഫീസിലെ ജീവനക്കാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കാലതാമസമില്ലാതെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതെന്ന് MBI അബ്ദുൾ സുബൈർ പറഞ്ഞു. ഒരു പബ്ലിക്കിനെ സർവേ ചെയ്യുക എന്നുള്ളൊരു ടീം വർക്കിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ വേറെ ഒരു ചിന്തകളൊന്നുമില്ല. വരുന്നു, നമ്മൾ യന്ത്രം പോലെ നമ്മുടെ പണി ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് ഒരു മൊബൈൽ ഫോൺ വന്നാൽ പോലും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്രയും ഡിലേ നമ്മുടെ വർക്കിൽ വരും. അപ്പോൾ അതുകൊണ്ട് അത്രയും ത്യാഗമായിട്ട് തന്നെ എല്ലാവരും A to Z നമ്മുടെ ക്ലറിക്കൽ സ്റ്റാഫ് മുതൽ അത് ലാമിനേറ്റ് ചെയ്യുന്ന പ്യൂൺ വരെ ഇതിനോട് ഇഞ്ചോടിഞ്ച് നിന്നിട്ടാണ് ഈ സമയത്തിൽ നമുക്കിത് നേടിയെടുക്കാൻ കഴിയുന്നത്.
അതേസമയം ഇത്തരത്തിൽ ഒറ്റ ദിവസം കൊണ്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് നൽകുന്നത് എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണെന്നും ജീവിതത്തിൽ ആദ്യമായാണ് തനിക്ക് ഇത്തരത്തിലൊരു സേവനം ലഭിക്കുന്നതെന്നും ലക്ഷദ്വീപ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആരിഫ് പ്രതികരിച്ചു. 3:30 ഒരു കോള് വന്നപ്പോഴാണ് ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇന്ന് തന്നെ RC തരിക എന്ന് പറഞ്ഞത് ഞാൻ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. ചടങ്ങിൽ MVI പ്രമോദ് ശങ്കർ, AMVI മുഹമ്മദ് ഷഫീഖ് എന്നിവരും പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബേപ്പൂരിലെ വയലാലിൽ വീട് സന്ദർശിച്ചു. ഫാബി ബഷീറിന്റെ നിര്യാണത്തിൽ തന്റെ ദുഃഖം കുടുംബാംഗങ്ങളുമായി പങ്കുവച്ചു. KPCC, DCC ഭാരവാഹികളും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഫാബി ബഷീറിന്റെ നിര്യാണത്തിൽ അനുശോചിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല ബേപ്പൂരിലെ വയലാലിൽ വീട് സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 9:30 എത്തിയ മന്ത്രി ബഷീറിന്റെ മകൻ അനീസ് ബഷീറുമായി ദുഃഖം പങ്കുവച്ചു. KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ, സെക്രട്ടറിമാരായ K. പ്രവീൺകുമാർ, K. ജയന്ത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK അബ്ദുൾ ഗഫൂർ, PM നിയാസ്, ഡോക്ടർ MP പത്മനാഭൻ, KA ഗംഗേഷ്, P. മാധവദാസ്, M. റഫീഖ് അഹമ്മദ്, P. കുഞ്ഞിമൊയ്തീൻ, മുരളി ബേപ്പൂർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. പാചകവാത സിലിണ്ടറിന്റെ റെഗുലേറ്ററിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. വ്യാഴാഴ്ച രാത്രി ബേപ്പൂർ ശിവപുരി റോഡിലാണ് സംഭവം. അഗ്നിശമന മീഞ്ചന്ത വിഭാഗം എത്തിയാണ് വാതകം വെള്ളത്തോടൊപ്പം തുറന്നുവിട്ട് നിർവീര്യമാക്കിയത്. വീട്ടിൽ പാചകത്തിനിടെ ഗ്യാസ് സിലിണ്ടർ പൈപ്പിന് തീപിടിച്ചു. റെഗുലേറ്റർ പൊട്ടിത്തെറിച്ചു. നോർത്ത് ബേപ്പൂർ ശിവപുരി റോഡ് കാളക്കണ്ടി ശാന്തിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി 9:30 അപകടമുണ്ടായത്. അടുക്കളയിൽ പാകം ചെയ്യുന്നതിനിടെ പൈപ്പിൽ തീ പടരുകയായിരുന്നു. റെഗുലേറ്റർ കത്തി നശിച്ച സിലിണ്ടറിലൂടെ വാതകം ചോർന്നു. പ്രദേശമാകെ വാതകത്തിന്റെ ഗന്ധം പരന്നത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. ആശങ്കാകുലരായ ജനം അഗ്നിശമന സേനയെ വിവരമറിയിച്ചു. മീഞ്ചന്തിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ അജിത് കുമാർ പനോത്തിന്റെ നേതൃത്വത്തിൽ എത്തിയ സേനാംഗങ്ങൾ സിലിണ്ടർ തുറസായ സ്ഥലത്തെത്തിച്ച് വാതകം തുറന്നുവിട്ടു. വാതകത്തിനൊപ്പം വെള്ളമൊഴിച്ച് നിർവീര്യമാക്കിയാണ് സിലിണ്ടർ കാലിയാക്കാനായത്. ശാന്തിയുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചും മറ്റു സുരക്ഷാ മുൻകരുതലുകൾ നടപടി സ്വീകരിച്ചും അഗ്നിശമന സേന 1 മണിക്കൂറോളം പണിപ്പെട്ടാണ് സ്ഥിതി നിയന്ത്രിച്ചത്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. കോഴിക്കോടും വയനാടും കണ്ണൂരും പിന്നിട്ട് 3G മൊബൈൽ വരുന്നു മലപ്പുറത്ത്. ഈ വരുന്ന ജൂലൈ 29 ഞാൻ വരുന്നു. രാവിലെ 10 കൊണ്ടോട്ടിയിലും ഉച്ചയ്ക്ക് 12 മഞ്ചേരി. ഈ വരുന്ന ജൂലൈ 29 ഞാൻ വരുന്നു. രാവിലെ 10 കൊണ്ടോട്ടിയിലും ഉച്ചയ്ക്ക് 12 മഞ്ചേരിയിലും. നിങ്ങളുണ്ടാവില്ലേ? 3G Mobile World, Jazeera Tower, Court Road, Manjeri, EK Tower, Bypass Road, Kondote. 199 രൂപയുടെ മഹാത്ഭുതം. പല വൻപട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം വിലക്കുറവാണ് വിപ്ലവമെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ് ഷർട്ട്സ്, കോട്ടൺ ധോത്തി, ലേഡീസ് ബാഗ്, കർട്ടൻസ്, 1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജുവലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. മിനിമം വേജസ് പുതുക്കി നിശ്ചയിക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമര സമിതി നേതൃത്വത്തിൽ കൈത്തറി തൊഴിലാളികൾ വടകര താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. HMS സംസ്ഥാന പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലയിലെ കൈത്തറി തൊഴിലാളികളും കുടുംബങ്ങളും വടകര മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. കൈത്തറി വ്യവസായം സംരക്ഷിക്കുക, സംഘങ്ങൾക്ക് ലഭിക്കാനുള്ള റിബേറ്റ് കുടിശ്ശിക വിതരണം ചെയ്യുക, മിനിമം വേജ് പുതുക്കി നിശ്ചയിക്കുക, 4% നിരക്കിൽ ലോൺ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. HMS സംസ്ഥാന പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ആവശ്യപ്പെട്ടു വരുന്ന
ഡിമാൻഡുകളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാരിന്റെ സമീപനം, ശ്രീ ഉമ്മൻചാണ്ടി നയിക്കുന്ന ഈ ഗവൺമെന്റ്, അതുപോലെ വ്യവസായ മന്ത്രിയായിട്ട് PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള വകുപ്പ് ഈ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് തൊഴിലാളി നേതാക്കന്മാരുമായി സംസാരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണം എന്ന് ഇവിടെ വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. AT ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. CIT പ്രതിനിധികളായ AK ബാലൻ, P ഗോപാലൻ, AITC പ്രതിനിധി KB രാജൻ, INTC പ്രതിനിധി രാധാകൃഷ്ണൻ, PK വിജയൻ, ചന്ദ്രി, K ശ്രീധരൻ, KN ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റും ഫർണിച്ചറുകൾക്ക് 10% ഡിസ്കൌണ്ടുമായി കോഴിക്കോട് സർവോദയ സംഘം ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ഖാദി ഓണമേള ആരംഭിച്ചു. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 27 വരെ നീണ്ടുനിൽക്കുന്ന മേളയിൽ 25 പവൻ സ്വർണമടക്കമുള്ള സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഖാദി ഓണം മേളയ്ക്ക് മിഠായിത്തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ തുടക്കം. കൌൺസിലർ P കിഷൻചന്ദിന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് മേയർ പ്രൊഫസർ AK പ്രേമജ മേള ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സർവോദയ സംഘം പ്രസിഡന്റ് P ഹരീഷ് ബാബു ആമുഖ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സൌത്ത് മണ്ഡലം സെക്രട്ടറി MP അബ്ദുമൻ, CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, ജനതാദൾ യുണൈറ്റഡ് ജില്ലാ സെക്രട്ടറി ബിജു ആന്റണി, ആകാശവാണി സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ജോൺ M രാജൻ, സർവോദയ സംഘം സെക്രട്ടറി N കൃഷ്ണകുമാരൻ, ഖാദി ഗ്രാമോദ്योग എംപോറിയം മാനേജർ M പരമേശ്വരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മേളയുടെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും വൈവിധ്യമാർന്ന നിരവധി സ്റ്റാളുകൾ മേളയിലുണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത വായ്പാ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. കോട്ടൺ സിൽക്ക്, സ്പൺ സിൽക്ക് ഇനങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും ഫർണിച്ചർ, കരകൌശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും മേളയുടെ ലഭിക്കും. ആഗസ്റ്റ് 27 വരെ നീണ്ടുനിൽക്കുന്ന മേളയിൽ ആകർഷകമായ സമ്മാന പദ്ധതിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം സമ്മാനമായി 25 പവൻ സ്വർണവും, രണ്ടാം സമ്മാനമായി 2 പേർക്ക് സ്കൂട്ടറും, മൂന്നാം സമ്മാനമായി 14 പേർക്ക് സ്മാർട്ട് ഫോണും കൂടാതെ ജില്ലകളിൽ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങളും സമ്മാനമായി ലഭിക്കുമെന്ന് മാനേജർ M പരമേശ്വരൻ പറഞ്ഞു. ബംഗാൾ, കർണാടക, ഒറീസ എന്നിവിടങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ജൂട്ട് സിൽക്ക് സാരികൾ മേളയിലെ പ്രധാന ഇനമാണ്. പ്രകൃതിദത്ത ചായക്കൂട്ടുകളാൽ നിർമ്മിച്ച കലങ്കരി റെഡിമെയ്ഡുകൾ, ചുരിദാറുകൾ, ചുരിദാർ സെറ്റുകൾ, കുപ്പടം തൊത്തികൾ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതിദത്തമായ സൌന്ദര്യവർദ്ധക വസ്തുക്കളുടെ സ്റ്റാളിൽ നിന്നും കുങ്കുമപ്പൂവ്, ബദാം, ഒലിവ് ഓയിലുകൾ, ഫേസ് ക്രീം, ഫേസ് പാക്ക്, ഫേസ് വാഷ് തുടങ്ങി 100ൽ പരം ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും. അരിഷ്ടങ്ങൾ, ഔഷധ കഞ്ഞിക്കുട്ട്, ആയുർവേദ മരുന്നുകൾ തുടങ്ങിയവയുമായി ആയുർവേദ കൌണ്ടറും മേളയിലുണ്ട്. നിലമ്പൂർ തേക്ക്, മഹാഗണി, ചൂരൽ എന്നിവയിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ, 10 രൂപ വില വരുന്ന കീച്ചെയിൻ മുതൽ 2 ലക്ഷം രൂപ വില വരുന്ന മരത്തിൽ തീർത്ത ഗജവീരൻ വരെ ഇവിടെ ലഭ്യമാണ്. പരിശുദ്ധമായ തേൻ, കമ്പപ്പൊടി, ഈന്തുപൊടി, കുന്നൻകായപ്പൊടി, കൂവപ്പൊടി തുടങ്ങിയ ബേക്കറി ഉൽപ്പന്നങ്ങളും ചക്കയിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള 20ൽ പരം ഉൽപ്പന്നങ്ങളും, ഷൂസ്, ബെൽറ്റ്, ലേഡീസ് ബാഗ്, പേഴ്സ്, കോലാപ്പുരി ചെരുപ്പുകൾ തുടങ്ങി ലെതർ ഉൽപ്പന്നങ്ങളും, മുളയരി പായസം, ജൂട്ടുകൾ, ഫ്രൂട്ട് സാലഡ് എന്നിവയുമായി ഹണി ഹട്ട്, തേനീച്ച കർഷകർക്കായുള്ള ഉപകരണങ്ങൾ, ഗാന്ധിയൻ പ്രസിദ്ധീകരണങ്ങൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, പച്ചക്കറി വിത്തുകൾ, കാർപ്പറ്റുകൾ, കത്തികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവയും മേളയിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. വടകര താഴെ അങ്ങാടിയിലെ പുതിയ KSRTC ഡിപ്പോയിൽ നിന്ന് സർവീസ് ആരംഭിച്ചു. തിരുവനന്തപുരത്തേക്കുള്ള ആദ്യ സർവീസ് ജീവനക്കാരും നാട്ടുകാരും ആഘോഷപൂർണ്ണമാക്കി. ആദ്യ ബസിന്റെ താക്കോൽ നൽകി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വടകരയിലെ പുതിയ ഡിപ്പോയിൽ നിന്ന് ബസ് പുറപ്പെടുന്നത്. 50 ലക്ഷം രൂപ ചിലവിലാണ് ഇവിടെ ഡിപ്പോ പണിതിരിക്കുന്നത്. ഡിപ്പോയുടെ പ്രവർത്തനം ഇനി കൂടുതൽ സജീവമാകും. മുനിസിപ്പൽ ചെയർപേഴ്സൺ PP രഞ്ജിനി ഡിപ്പോയിലെ ആദ്യ സർവീസിന് താക്കോൽ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ ഭാഗമായി തന്നെ നഗരസഭ നൽകിയ ഈ സ്ഥലത്ത് ബഹുമാന്യനായ MLA നൽകിയ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഇത്രയും കാര്യങ്ങൾ, ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി MLA വളരെ അധികം ഇടപെട്ടുകൊണ്ട്, ഫിനാൻസിലും ഇടപെട്ടുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ബാക്കി കാര്യങ്ങൾ, ഇതിന്റെ യാർഡൊക്കെ തന്നെ വളരെ വേഗത്തിൽ തന്നെ ശരിയാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുനിസിപ്പൽ കൌൺസിൽ അംഗങ്ങൾ, KSRTC ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. സാൻഡ് ബാങ്ക് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കും KSRTC ഇനി സർവീസ് നടത്തും. ഒന്തം ഓവർബ്രിഡ്ജിനപ്പുറത്തേക്ക് ബസ് യാത്ര പ്രദേശവാസികൾക്ക് ഇനി പുത്തൻ അനുഭവമാകും. എന്നാൽ ഡിപ്പോയിലേക്കുള്ള ഗ്രൌണ്ട് വേണ്ടത്ര ഗതാഗത യോഗ്യമല്ലാത്തത് ഉദ്ഘാടനാവസരത്തിലും കല്ലുകടിയായി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കോഴിക്കോട് ജില്ലാ പ്രവർത്തക സ്പെഷ്യൽ കൺവെൻഷൻ കോഴിക്കോട്ട് നടന്നു. നന്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവി കേച്ചേരി ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് KT മുഹമ്മദ് നാടകരചന പുരസ്കാര സമർപ്പണവും നടന്നു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ സാംസ്കാരിക സമ്മേളനം, KT മുഹമ്മദ് നാടകരചന പുരസ്കാര സമർപ്പണവും ടൗൺ ഹാളിൽ നടന്നു. ചലച്ചിത്ര നടൻ മാമുക്കോയ ഉദ്ഘാടനം ചെയ്തു. ഗന്ധവിചാരം എന്ന നാടകത്തിന്റെ രചയിതാവ് ശശി പൂക്കാടിന് 1ാം സമ്മാനവും
കൊടുമൺ ഗോപാലകൃഷ്ണൻ, ശിവദാസ് പൊയിൽക്കാവ് എന്നിവർക്ക് 2ഉം 3ഉം സമ്മാനങ്ങളും മാമുക്കോയ കൈമാറി. VR സുധീഷ്, നന്മ ജനറൽ സെക്രട്ടറി മാധവൻ കുന്നത്തറ എന്നിവർ സംസാരിച്ചു. മറ്റൊന്ന് ഇപ്പം അറിവരങ്ങിലും മറ്റൊരു ഭാഗം കുന്നമംഗലത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടക്കുകയുണ്ടായി. അതിന്റെ ക്യാമ്പ് ഡയറക്ടർ നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പ്രതിഭയായ ബിജീഷായിരുന്നു. അതുപോലെ സിറ്റി മേഖലയിൽ നമ്മുടെ പുതിയ യൂണിറ്റ് കോഴിക്കോട് സിറ്റിക്കകത്ത് മലാപ്പറമ്പിൽ പുതിയ യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ MC സന്തോഷ് സെക്രട്ടറി ആയിക്കൊണ്ട് ഈ കൺവെൻഷന്റെ കാലയളവിൽ നമ്മൾ എല്ലാ മേഖലകളിലും ഇടപെടൽ നടത്തിയപ്പോൾ ഒന്ന് വീണുപോയി എന്ന് ധരിച്ച പേരാമ്പ്ര, നടുവണ്ണൂര്, മേപ്പയൂർ മേഖലകളൊക്കെ തന്നെ പുനരുജ്ജീവിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ നമ്മുടെ അതിന്റെ ഭാരവാഹികളെ നേതൃത്വം കൊടുക്കുന്നവരെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ആളുകളെ വെച്ചുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കുകയും അതിന്റെ പ്രവർത്തനം സുഗമമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് വിൻസെന്റ് സാമുവൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി KS കോയ സ്വാഗതവും MA നാസർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കാഴ്ച കോഴിക്കോടിന്റെ ബാനറിൽ ജലീൽ വേങ്ങേരി രചനയും സന്തോഷ് പാലക്കട സംവിധാനം നിർവഹിച്ച മെന്റൽ ഡിക്റ്റേറ്റർ നാടകവും അരങ്ങേറി. വടകരയിൽ വീണ്ടും കുഴൽപ്പണവേട്ട. കഴിഞ്ഞ ദിവസം 1,65,000 രൂപ സഹിതം കൊടുവള്ളി സ്വദേശിയെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വടകരയിൽ കുഴൽപ്പണവുമായി വീണ്ടും ഒരാൾ പിടിയിലായി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കൊടുവള്ളി മാന്യപുരത്തെ നടയത്തുങ്കര മൂസയെയാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കയ്യിൽ നിന്നും 1,65,000 രൂപയാണ് ലഭിച്ചത്. വടകരയിലും പരിസരങ്ങളിലും വിതരണം ചെയ്യാനുള്ളതാണ് പണമെന്നാണ് പോലീസ് പറഞ്ഞത്. വിതരണം ചെയ്യേണ്ടവരുടെ പേരുകൾ അടങ്ങിയ സ്ലിപ്പുകളും മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്. വാർത്തകൾ ചുരുക്കത്തിൽ. തായ്ക്കാണ്ടോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ VK കൃഷ്ണമേനോൻ സ്റ്റേഡിയത്തിൽ നാഷണൽ തായ്ക്കാണ്ടോ റഫറി സെമിനാറിന് തുടക്കമായി. ഉദ്ഘാടന ചടങ്ങുകൾ ശനിയാഴ്ച വൈകിട്ട് 4:30 ആരംഭിക്കും. ചടങ്ങിൽ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി അധ്യക്ഷത വഹിക്കും. തായ്ക്കാണ്ടോ അസോസിയേഷൻ ഓഫ് കേരള പ്രസിഡന്റ് K മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. കളക്ടർ N പ്രശാന്ത് മുഖ്യാതിഥിയായിരിക്കും. സെമിനാർ 26-ന് സമാപിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സരിതയോട് കാണിക്കുന്ന മര്യാദയെങ്കിലും ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരോട് മുഖ്യമന്ത്രി കാണിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ജാനമ്മ കുഞ്ഞുണ്ണി. പൂനൂർ പുഴയിൽ വീണു കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ഫയർഫോഴ്സ് കണ്ടെടുത്തു. വേങ്ങേരി സ്വദേശി 16-കാരൻ വിഷ്ണുവാണ് മരിച്ചത്. വാർത്താചിത്രങ്ങളുമായി സംവദിക്കാൻ വായനക്കാർക്ക് അവസരമൊരുക്കി പത്രപ്രവർത്തകരുടെ ഐടെസ്റ്റ് വാർത്താ ചിത്ര പ്രദർശനത്തിന് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Malabar Gold and Diamonds. Celebrate the beauty of life. ജില്ലാ വാർത്തകൾ, the one and only daily news across your district. Log on www.jillavartagal.com. Independent, impartial, indubitable, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.